നിങ്ങളോട് ഇങ്ങോട്ടില്ലാത്ത സ്നേഹം നിങ്ങൾക്ക് എന്താ? അവിടെ നിങ്ങൾ പറയൂ, നിങ്ങൾ അസോൾട്ട് ചെയ്ത് തന്നെ എന്ന് പറയും, ഹസ്ബൻഡ് ഉപദ്രവിച്ചു എന്ന് തന്നെ പറയും. നാണം കിടേണ്ട നിങ്ങളല്ല. ഈ ഡിവോഴ്സ് കേസസിലാണെങ്കിലും നമുക്ക് ഈ തെളിവ്, ഒരു ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കേസിലാണെങ്കിലും തെളിവ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇയാൾ ഉപദ്രവിച്ചു എന്നുള്ളതിൻ്റെ. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ കുറച്ചൊക്കെ ലിബറലാണ് ഫാമിലി മാറ്റേഴ്സിൽ. പക്ഷേ ഞാൻ കണ്ടുവരുന്ന രണ്ട് മിസ്റ്റേക്സ് ഉണ്ട് കുട്ടികളുടെ. ഒന്നെന്ന് പറയുന്നത്, ഇപ്പം ഡൊമസ്റ്റിക് വയലൻസ് ഭയങ്കര സിവിയറായിട്ട് ഇവ ഹേർട്ട് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഇവനായിരിക്കും. എന്നിട്ട് കൊണ്ടുപോയിട്ട് അവിടെ പോകുമ്പോഴെന്താണെന്നറിയോ, തല ചുറ്റി വീണ്, തല തല്ലി. അങ്ങനെ ദയവ് ചെയ്ത് നിങ്ങൾ ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യാതെ, നിങ്ങളോട് ഇങ്ങോട്ടില്ലാത്ത സ്നേഹം നിങ്ങൾക്ക് എന്താ? അവിടെ നിങ്ങൾ പറയൂ, നിങ്ങൾ അസോൾട്ട് ചെയ്ത് തന്നെ എന്ന് പറയും, ഹസ്ബൻഡ് ഉപദ്രവിച്ചു എന്ന് തന്നെ പറയും. നാണം കിടേണ്ട നിങ്ങളല്ല. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലൊന്നും പോയിട്ടുണ്ടാവില്ല, ഫോട്ടോ എടുത്ത് വയ്ക്കും. പക്ഷേ ഫോട്ടോ എന്താ എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ കയ്യിൽ പറ്റിയെന്ന് വെച്ചാൽ ആ കൈയുടെ മാത്രം ഫോട്ടോ എടുക്കും. ഇവർ കോടതിയിൽ ഞാൻ എങ്ങനെയാണ് പറയണേ, ഇവരുടെ കൈയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവരുടെ ഫേസും കൂടെ വിസിബിൾ ആയിരിക്കണം. ഫേസും കൂടെ വിസിബിൾ ആയെങ്കിൽ മാത്രമേ എനിക്ക് ഇവരാണെന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ. ഈ രണ്ട് മിസ്റ്റേക്സ് എപ്പോഴും എനിക്ക് ദോഷമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തെളിവുകൾ എടുക്കുന്ന സമയത്ത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അത് ഉപദ്രവിച്ചിട്ടുള്ള എന്താ പറയുക പിക്ചേഴ്സ് എടുക്കുമ്പോൾ അത് എൻ്റേതാണെന്ന് കൂടെ കോടതിക്ക് ബോധ്യപ്പെടണം. അതേപോലെ ഹോസ്പിറ്റലിൽ പോയി ചെന്നിട്ട് നിങ്ങൾ ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യണം, വേട്ടക്കാരനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ട്, അത് അയാൾ ഡിസേർവ് ചെയ്യുന്നില്ല.